നമുക്ക് ഇനിയും നമുക്ക് പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ട്. സംഗീത എന്ന് പറയുന്ന ഒരു മാഡത്തിനെയൊക്കെ ഈ പരാതിയിൽ കുടുംബമൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ സംഗീത മാഡത്തിനൊക്കെ അങ്ങനെ അനുഭവം ഉണ്ട്? പക്ഷെ ഇത്രയും ഒരു പ്രശ്നം വന്നിട്ട് സംഗീത മാമിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം പൊതുവേ ഇല്ല. കാരണം മാം നമ്മളെ റാം സാറിനെ കുറിച്ചുണ്ട്, പക്ഷെ സംഗീത മാമിനെ കുറിച്ച് അങ്ങനെ ഒരു പൊതു അഭിപ്രായം. വ്യക്തി അധിക്ഷേപമൊക്കെ ക്ലാസ് റൂമിലൊക്കെ നടക്കാറുണ്ട്. ഉണ്ട് എന്തായാലും ഉണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട് നിറത്തിന്റെയും സൈസിന്റെയും കളർ എല്ലാ പേരിലും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇത്തരത്തിൽ ക്ലാസ് റൂമിലൊക്കെ പറയാറുണ്ടായിരുന്നു? അങ്ങനെ ഒരു ഇതുവരെ എൻ്റെ ഒരു ബാച്ചിൽ ഞാൻ അധ്യാപകരുടെ ഭാഗത്ത് അവർ ചെയ്യാൻ പാടില്ലാത്ത പ്രതികരണങ്ങൾ തീർച്ചയായും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അതെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ സത്യത്തില് പേടിയുള്ളത് കൊണ്ടാണ്. അതെ, നമുക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെയാണ്. അതെ, നമുക്കിവിടെ നമ്മളിത് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാലോ നമ്മൾ അതിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ മെയിനായിട്ട് ഇവർക്ക് നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്റേണൽ മാർക്സും നമ്മുടെ അറ്റൻഡൻസും വെച്ചിട്ടാണ്. നമുക്ക് അറ്റൻഡൻസ് തരില്ല, ഇന്റേണൽ മാർക്ക് കുറയ്ക്കും. നമ്മുടെ 6 മാസമാണ് എക്സാം എഴുതില്ലെങ്കിൽ പോകുന്നത്. ഇപ്പോൾ കറന്റ് നമ്മുടെ എക്സാം എഴുതിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ. അപ്പം ഇങ്ങനെയൊക്കെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇവർക്ക് നമ്മളെ കറന്റ്ലി പിടിച്ചു വെക്കാൻ പറ്റുന്നത് ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും വെച്ചിട്ടാണ്. അത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. ഇതിന്റെ വോയിസ് മെസ്സേജിലൊക്കെ പറഞ്ഞ കാര്യവും ഏറെക്കുറെ യാഥാർത്ഥ്യമാണ്. അതായത് ഈ പറയുന്ന ഇന്റേണൽ മാർക്കിന്റെ പ്രശ്നം, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ക്ലാസ്സിൽ ഒരു പരിഹസിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം വേദനയുള്ള കാര്യമാണ്. തീർച്ചയായും ഇതൊക്കെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊന്നും ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻസിനോട് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. വളരെ തിൻ ലീൻ ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പരാതി നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ ഈ കാര്യത്തിൽ? ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോളേജ് അധികൃതരൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫയൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോക്ടർ റാമിനെതിരെ മാത്രമായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫ് എന്തായിരുന്നു പരാതി? അതിനകത്ത് ആ പരാതിയുടെ ഫോട്ടോ കോപ്പി നമ്മൾ ഇന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഫയൽ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല, നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇവരിങ്ങനെ അധിക്ഷേപിക്കാൻ? എല്ലാവരെയും ഇങ്ങനെ അധിക്ഷേപിക്കാം? എല്ലാവരെയും അധിക്ഷേപിക്കും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ കോളേജിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കുട്ടി നിതിൻ ആളുടെ അടുത്ത് താൻ പോടോ, താൻ തന്നെ പണി നോക്കി പോടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും കേട്ട് നിന്നിട്ടുണ്ട്. നിതിൻ മാത്രമാണ് നിതിൻ പ്രതികരിച്ചിരുന്നു, ഉറപ്പാണ്. അവൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ അവന്റെ ഫ്രണ്ടിനോട് കണ്ടപ്പോൾ ചോദിച്ചു, നിതിൻ എന്ത് പറയണോ, അവൻ എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെ റാം സാറായിട്ട് എന്തോ പ്രശ്നമായി. അങ്ങനെ അവൻ പറഞ്ഞു എനിക്ക് തന്നെ ക്ലാസ് നിൽക്കേണ്ട, എനിക്ക് ട്രെയിൻ ഉണ്ട്, ഞാൻ പോകുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. അതിന്റെ ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ഓഡിയോ ആണ് പുറത്തു വന്നത്. ഈ ഒരു സിസ്റ്റം, ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിന്നും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഒരുമിച്ച് നിൽക്കുക, കംപ്ലൈൻറ്റ് കൊടുക്കുക. അപ്പം ഒരാളാണെങ്കിലാണല്ലോ അവർക്ക് അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാകുമ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനൊരു കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ മേലെ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവൻ കളഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കാതെ അതിന് അതിനുള്ള ഇത് ഉണ്ടാവണമെന്നേ. നിങ്ങൾ ഭാവിയിലെ ഇന്ത്യയുടെ പൗരന്മാരാ, ആരെ പേടിച്ച് ഇങ്ങനെ ജീവിക്കുന്നേ? ഫീസ് കൊടുക്കാതെ ഫ്രീ എഡ്യൂക്കേഷനൊന്നും അല്ലല്ലോ യൂറോപ്യൻ കൺട്രികളിൽ നടക്കുന്ന പോണക്കത്തെ. കയ്യിൽ നിന്ന് കാശ് നന്നായി എണ്ണി കൊടുത്തിട്ടല്ലേ പഠിപ്പിച്ച് പിള്ളേരെ ഇറക്കി വിടുന്നേ. ഫ്രീ എഡ്യൂക്കേഷനാണോ നമ്മുടെ കേരളത്തിൽ? എന്നാൽ പിന്നെ സാറുമാർക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പറയാനുള്ള യോഗ്യത ഉണ്ടെന്ന് വിചാരിക്കാം. യോഗ്യത എന്ന് പറയുന്നത് കുട്ടികളെ കളറിൻ്റെയും സൈസിൻ്റേതും മതത്തിൻ്റേതും അല്ലെങ്കിൽ പാർട്ടിയുടെയും പേരിൽ ഡീഗ്രേഡ് ചെയ്യുക എന്നതിനല്ല. കുട്ടികളിപ്പം വൈവ അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ല, ടൈം ക്ലാസ്സിൽ വരുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ താക്കീത് ചെയ്യാൻ ഉള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ ടീച്ചേഴ്സിനുണ്ട്. അല്ലാതെ നീ അതാണോ, നീ വീട്ടിൽ ഇതാണോ, അത് വീട്ടിലിരുന്ന പേരൻസിനെ വരെ വിളിച്ച് പറയുന്ന ഇങ്ങനെ ഉള്ള അധ്യാപകർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. ഇവർ ഇനി ടീച്ചിങ് ഫീൽഡ് കയറാൻ പാടില്ല.
കൂലിപ്പണി എടുത്ത് ജീവിക്കുക, അങ്ങനെ പോയി ജീവിക്കണം, കഷ്ടപ്പെടണം, എങ്കിലേ അറിയത്തുള്ളൂ ഇതിൻ്റെയൊക്കെ വില എന്താണെന്ന്. കഷ്ടമുണ്ട് എന്തായാലും. പിന്നെ നമ്മുടെ നിതിൻ രാജിന് നീതി ലഭിക്കും എന്ന്. പക്ഷേ ഈ ഒരു ആ കുഞ്ഞ് പോയി മരിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയാണ്, ഡൗട്ടുണ്ട്. അവൻ മാത്രമാണ് ആ ഒരു റാം എന്ന് പറയുന്ന ഒരു സാറിനോട് തിരിച്ച് പറഞ്ഞത്, റിയാക്ട് ചെയ്ത് എന്നാണ് ഒരു കൊച്ചു പറയുന്നതായിട്ട് ഇപ്പം മനസ്സിലായത്. അപ്പം അവനെ നിൻ്റെ കൈയും കാലം കൊണ്ട് നീ ഇതിൻ്റെ അത് പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ആ കുട്ടീനെ പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്ത് അവൻ്റെ ജീവൻ എടുപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിനെതിരായി ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം. കാരണം ഇനി ആ കുഞ്ഞില്ല പ്രതികരിക്കാൻ, ഇനി നമ്മുടെയൊക്കെ ശബ്ദമാണ് അവന് വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടത്. അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ കുടുംബം ഏറ്റെടുത്ത് സർക്കാർ കൊണ്ട് നോക്കുക. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള റൈറ്റ് ഇല്ല, അവൻ്റെ കളറിൻ്റെയും അവൻ്റെ മതത്തിൻ്റെയും അവൻ്റെ ജാതിയുടെയും പേരിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ നിയമങ്ങൾ പുതുക്കി എഴുതപ്പെടേണ്ടതാണ്. ഒരു വാക്ക്, ഒരു നോട്ടം ഉച്ചരിക്കുന്ന മനുഷ്യന് അതിനുള്ള ശിക്ഷ കിട്ടുകയാണെങ്കിൽ വേറെ ഒരു മനുഷ്യനും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മുതിരില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കുഞ്ഞിന് സപ്പോർട്ട് കൊടുക്കുക, അവൻ്റെ കുടുംബത്തിന് സപ്പോർട്ട് കൊടുക്കുക, അവരുടെ കൂടെ നിൽക്കുക. അപ്പം നീതി അവനും അവൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ, ആ കുട്ടികൾക്കും ലഭിക്കട്ടെ. ഇനിയൊരു കുട്ടിയും ആ ഒരു സ്കൂളിൽ, ആ ഒരു കോളേജിൽ ഇങ്ങനത്തെ ഒരു കാര്യം അവർ ഫേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വേറൊരു നല്ല വീഡിയോയുമായി വരുന്നത്. ടേക്ക് കെയർ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റും ലൈക്കും ചെയ്യുന്ന സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. ബൈ.